വെൽക്കം ടു യശോദാജു പ്ലാറ്റ്ഫോം. ഇന്ന് നമ്മൾ നോക്കുന്നത് PSC കഴിഞ്ഞ മാസം പ്രസിദ്ധീകരിച്ച കുറച്ച് നോട്ടിഫിക്കേഷൻസ്, നമ്മുടെ ടെക്നിക്കൽ എക്സാംസിൻ്റെ നോട്ടിഫിക്കേഷൻസ്. അതിൽ നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് അടുത്ത മാസം 1-ാം തീയതി ആയിട്ടുള്ള കുറച്ച് ടെക്നിക്കൽ എക്സാം നോട്ടിഫിക്കേഷൻസാണ് നമ്മൾ നോക്കുന്നത്. അപ്ലൈ ചെയ്തിട്ടുള്ളവർ കുഴപ്പമില്ല, നിങ്ങൾ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്തോളൂ. അപ്ലൈ ചെയ്യാത്തവരും ഈ ഒരു പോസ്റ്റിനെ കുറിച്ച് അറിയാത്തവരും, അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ വിട്ടുപോയിട്ടുണ്ട്, അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടുണ്ട്, പക്ഷേ അത് വിട്ടുപോയി എന്നുള്ളവരൊക്കെ ഒരു റിമൈൻഡറായിട്ട് ഈ ഒരു വീഡിയോ കണ്ടാൽ മതി. നമുക്ക് ഓരോരോ പോസ്റ്റുകളായിട്ട് നോക്കാം. ഒന്നാമത്തേത് 424/2024 കാറ്റഗറി നമ്പറിൽ വരുന്നതാണ്. കേരള കോപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡ്, അതാണ് ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ്. നെയിം ഓഫ് പോസ്റ്റ് വരുന്നത് ടെക്നിക്കൽ സൂപ്രണ്ടാണ്, ഡയറി ടെക്നിക്കൽ സൂപ്രണ്ടാണ്. സ്കെയിൽ ഓഫ് പേ 36,460 രൂപ മുതൽ 73,475 രൂപ വരെയാണ്. നമ്പർ ഓഫ് വേക്കൻസീസ് 1 ആണ്. പിന്നെ ഇതിൽ നമുക്കിനി നോക്കാനുള്ളത് ക്വാളിഫിക്കേഷൻ. ഡിഗ്രി ഓർ ഡിപ്ലോമ ഇൻ എ ഡയറി സയൻസ് ഓർ ടെക്നോളജി ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി. ഡയറി സയൻസിലോ അല്ലെങ്കിൽ ഡയറി ടെക്നോളജിയിലോ ഉള്ള ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ നേടിയവർക്കാണ് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള യോഗ്യത വരുന്നത്. പിന്നെ ലാസ്റ്റ് ഡേറ്റ് നോക്കുക 1/1/2025 വെനസ്ഡേ അപ് ടു മിഡ് നൈറ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു പോസ്റ്റ് വിട്ടു പോകരുത്. നന്നായിട്ട് ഇതിനുവേണ്ടി പഠിക്കുക, അപ്ലൈ ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. ഒരു വേക്കൻസി ആണ് എന്നുള്ളതിൽ കാര്യമില്ല, നല്ലോണം പഠിക്കുക കേട്ടോ. അടുത്ത് നമുക്ക് നോക്കാനുള്ളത് കാറ്റഗറി നമ്പർ 426/2024. ഇത് മെഡിക്കൽ എഡ്യൂക്കേഷൻ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ലബോറട്ടറി ടെക്നീഷ്യൻ ഗ്രേഡ് 2 എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. സ്കെയിൽ ഓഫ് പേ 35,600 മുതൽ 75,400 രൂപ വരെയാണ്. വേക്കൻസീസ് ഇച്ചിരി ഹൈ ആണല്ലേ, നല്ല പോലെ വേക്കൻസി ഉണ്ട്. 26 വേക്കൻസിയാണ് വന്നിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ഒരു ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് പാസ് 2 ഉണ്ട്. ഒന്ന് ജനറൽ ക്വാളിഫിക്കേഷനും അതുപോലെ ടെക്നിക്കൽ ക്വാളിഫിക്കേഷനും ഉണ്ടായിരിക്കണം. ജനറലിൽ പാസ് ഇൻ ദി ഇൻ്റർമീഡിയറ്റ് എക്സാമിനേഷൻ ഇൻ സയൻസ്, എ പാസ് ഇൻ പ്രീ ഡിഗ്രി എക്സാമിനേഷൻ ഇൻ സയൻസ്, അതും അല്ലെങ്കിൽ എ പാസ് ഇൻ പ്രീ യൂണിവേഴ്സിറ്റി എക്സാമിനേഷൻ B ഗ്രേഡ് ഇൻ സയൻസ്, അതും അല്ലെങ്കിൽ എ പാസ് ഇൻ എനി ഈക്വലൻ്റ് എക്സാമിനേഷൻ. പ്ലസ് ആ ഒരു ടെക്നിക്കൽ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് എ പാസ് ഇൻ ദി മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി കോഴ്സ് കണ്ടക്റ്റഡ് ഇൻ ദി മെഡിക്കൽ കോളേജസ് ഓഫ് കേരള ഓർ എനി അതർ ഇക്വലൻറ്റ് ക്വാളിഫിക്കേഷൻ. MLT പാസ്സായിരിക്കണം. MLT ആ ഒരു ടെക്നിക്കൽ ക്രൈറ്റീരിയ കൂടി പാസ്സായിരിക്കണം. പിന്നെ ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റും ഇതുപോലെ തന്നെയാണ്, 1/1/2025 വെനസ്ഡേ അപ് ടു മിഡ് നൈറ്റ് ആണ്. പിന്നെ മറ്റൊരു പോസ്റ്റ് എന്ന് പറയുന്നത് കാറ്റഗറി നമ്പർ 422/2024 ഹെൽത്ത് സർവീസസ് ഡിപ്പാർട്ട്മെൻറ്റിലോട്ടുള്ള ജൂനിയർ സയൻറ്റിഫിക് ഓഫീസർ എന്ന് പറയുന്ന ഒരു പോസ്റ്റാണ്. ഓക്കെ, ജൂനിയർ സയൻറ്റിഫിക് ഓഫീസർ എന്ന പോസ്റ്റാണ്. സ്കെയിൽ ഓഫ് പേ വളരെ കൂടുതലാണ്. 51,400 മുതൽ 1,00,000 പുറത്ത് വരെ സാലറി വരുന്ന ഒരു നല്ലൊരു പോസ്റ്റാണ്. വേക്കൻസി അഗെയിൻ കുറച്ച് വേക്കൻസിയേ ഉള്ളൂ, പക്ഷേ അത് നോക്കണ്ട, വേക്കൻസി അങ്ങോട്ടൊക്കെ പോകുമ്പോൾ ഇച്ചിരി ഒന്ന് കൂടാനുള്ള സാധ്യതയൊക്കെയാണ്. എപ്പോഴും അങ്ങനെ തന്നെയാണ്. അപ്പോൾ 6 വേക്കൻസിയാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻസ് MSc പഠിച്ചവർക്കാണ് ഈ ഒരു എക്സാം അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. MSc മൈക്രോബയോളജി അല്ലെങ്കിൽ MSc ബയോകെമിസ്ട്രി, അതും അല്ലെങ്കിൽ MSc ഇൻ മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി ഓഫ് എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി. ഇത്രയും ആൾക്കാർക്ക് അപ്ലൈ ചെയ്യാം. ഇതിനോടൊപ്പം തന്നെ ഇക്വലൻസി പറയുന്നത് ഇപ്പോൾ MSc മൈക്രോബയോളജി അപ്ലൈ ചെയ്യുന്നത് പോലെ തന്നെ MSc അപ്ലൈഡ് മൈക്രോബയോളജിക്കാർക്കും ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാം. അതുപോലെ MSc ബയോകെമിസ്ട്രിക്കാരോടൊപ്പം തന്നെ MSc മെഡിക്കൽ ബയോകെമിസ്ട്രി പഠിച്ചിട്ടുള്ളവർക്കും ഈ ഒരു ജോലിക്കായിട്ട്, ഈ ഒരു എക്സാമിനായിട്ട് അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ഒരു പരീക്ഷയുടെയും ഈ ഒരു നോട്ടിഫിക്കേഷൻ നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 2025 ജനുവരി 1 തന്നെയാണ്. അഗെയിൻ വെനസ്ഡേ അപ് ടു 12 വരെ, മിഡ് നൈറ്റ് വരെ. ഓക്കെ, അപ്പോൾ അവസരങ്ങൾ പാഴാക്കരുത്, കൃത്യമായിട്ട് അപ്ലൈ ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. താങ്ക് യു.